My dear students, so welcome back to Basil's Physics Classroom. And today's chapter I'm going to teach you is about oscillations. So oscillations in a brief overview ആണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് oscillations. അപ്പോൾ oscillations പഠിക്കുമ്പോൾ ആദ്യം നിങ്ങൾ അറിയേണ്ട ടേം എന്ന് പറയുന്നത് periodic motion എന്താണെന്നാണ്. Periodic motion. അപ്പോൾ periodic motion as a term indicates it is a motion which repeats itself after a fixed interval of time. So for example, Earth in rotation. Earth's revolution. Okay, നിങ്ങൾ സ്കൂളിൽ പോകുമ്പോൾ ഓരോ അവേഴ്സ് കഴിയുമ്പോൾ ഡിഫറെന്റ് സബ്ജക്ട്സ് കംസ് ഇൻ അല്ലേ. സോ പീരിയോഡിക് മോഷൻ ഇസ് എ മോഷൻ വിച്ച് റിപ്പീറ്റ്സ് ഇറ്റ്സെൽഫ് ആഫ്റ്റർ എ സർട്ടൻ ഫിക്സ്ഡ് ഇന്റർവൽ ഓഫ് ടൈം. When this periodic motion it's taking place about a mean position to and fro. ഒരു മീൻ പൊസിഷൻ അപ്പുറം ഇപ്പുറയും ടു ആൻഡ് ഫ്രോ മോഷൻ അങ്ങോട്ട് ഇങ്ങോട്ട് അങ്ങോട്ട് ഇങ്ങോട്ട്. If it is a to and fro motion taking like that, we call it an oscillatory motion. എന്താണ് oscillatory motion. So a periodic motion which is taking place to and fro about a mean position അതിനെ വിളിക്കുന്ന പേരാണ് oscillatory motion. Okay, now എല്ലാ oscillatory motionsഉം periodic motion ആയിരിക്കും. ബട്ട് എല്ലാ periodic motionsഉം oscillatory motion ആവണമെന്ന് നിർബന്ധം ഇല്ല. ഓക്കെ, അപ്പോ പീരിയോഡിക് പറഞ്ഞു, ഓസിലേറ്ററി മോഷൻ പറഞ്ഞു. അടുത്തത് ഓർത്തിരിക്കേണ്ടത് വെരി ഇമ്പോർട്ടന്റ് നമ്മുടെ കോർ ആണ്, സിമ്പിൾ ഹാർമോണിക് മോഷൻ, SHM, സിമ്പിൾ ഹാർമോണിക് മോഷൻ ഓർ സിമ്പിൾ ഹാർമോണിക് ഓസിലേഷൻ. ഒരു മോഷൻ സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് പറയണമെങ്കിൽ നമുക്ക് ഒന്ന് രണ്ട് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. ഒന്ന്, ദ മോഷൻ മസ്റ്റ് ബി ഓസിലേറ്ററി. ഓസിലേറ്റർ എന്ന് പറയാം ഇറ്റ് ഇസ് എ മോഷൻ അബൌട്ട് എ മീൻ പൊസിഷൻ ടു ആൻഡ് ഫ്രോ അല്ലെ. And one more thing is very important here, very necessary here, that is the acceleration should always be directed towards a mean position. A mean position like acceleration directed, and acceleration will be proportional to the displacement. I repeat, acceleration is proportional to the displacement and it is directed towards a mean position. അത് കാണിക്കാനാണ് നമ്മൾ ആ മൈനസ് സൈൻ അവിടെ ഇട്ടത്. Okay, or we can write that in terms of force. Force is proportional to minus x. Or ഇങ്ങനെ എഴുതാം F is equal to kx. F is equal to kx where k is a constant. K is a constant. Now, ഈ k നെ രണ്ട് പേര് നമ്മൾ നോർമലി വിളിക്കും. Either we call it as a force constant അല്ലെങ്കിൽ spring constant. Force constant അല്ലെങ്കിൽ spring constant എന്ന രണ്ട് പേര് നമ്മൾ വിളിക്കും ഈ k നെ. അപ്പോൾ നിങ്ങൾ സിമ്പിൾ ഹാർമോണിക് മോഷൻ പഠിക്കുമ്പോൾ യു ഹാവ് ടു ലേൺ അബൌട്ട് ടു ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സിമ്പിൾ ഹാർമോണിക് മോഷൻ. ഒന്ന്, വി ഹാവ് എ ലീനിയർ സിമ്പിൾ ഹാർമോണിക് മോഷൻ, ദെൻ വി ഹാവ് എൻ ആംഗുലർ സിമ്പിൾ ഹാർമോണിക് മോഷൻ. അതായത് ആദ്യത്തെ സിമ്പിൾ ഹാർമോണിക് മോഷൻ ലീനിയർ സിമ്പിൾ ഹാർമോണിക് മോഷൻ ആണ് ഞാനിപ്പോൾ പഠിപ്പിക്കാൻ പോകുന്നത്. ഒരു ലീനിയർ സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് പറയുമ്പോൾ ടിപ്പിക്കൽ എക്സാമ്പിൾസ്, ഒരു ലോഡഡ് സ്പ്രിംഗ്, നമ്മളൊരു സ്പ്രിംഗ് എടുത്തു, സ്പ്രിംഗ് ഒരു ലോഡ് ചെയ്തു, മാസ് വെച്ച് ലോഡ് ചെയ്തു, ലോഡഡ് സ്പ്രിംഗ് ഈ മാസത്തെ താഴത്തേക്ക് വലിച്ചു, എന്തെങ്കിലും വിട്ടു, ഇറ്റ് വിൽ ബി ഓസിലേറ്റിംഗ് അപ്പ് ആൻഡ് ഡൗൺ, ഇറ്റ് വിൽ ബി ഓസിലേറ്റിംഗ്. ദാറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് എ ലീനിയർ സിമ്പിൾ ഹാർമോണിക് മോഷൻ. ഇനി അടുത്തത്, ഒരു വെള്ളത്തിൽ നമ്മളൊരു ഓബ്ജക്റ്റ് ഇട്ടു, ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ സംതിങ്, ആൻഡ് വെൻ ദർ ഇസ് സം വേവ്സ് ഓർ ഡിസ്റ്റർബൻസ് ഇൻ ദ വാട്ടർ, ഈ കുപ്പി എന്ത് ചെയ്യും, മുകളിലേക്കും താഴത്തേക്കും ഓസിലേറ്റ് ചെയ്യും. ഒരു യൂട്യൂബിൽ വെള്ളം എടുത്തു, ഒരു സൈഡിലെ വെള്ളം നമ്മൾ പ്രസ് ചെയ്തു, പുഷ് ചെയ്തു, വി ആർ ലീവിംഗ് ദാറ്റ് ഫോഴ്സ് ഓർ വി ആർ റിലീസിംഗ് ദാറ്റ് ഫോഴ്സ് മീൻസ് ഓസിലേറ്റ് ചെയ്യും യൂട്യൂബിലെ വെള്ളം. ലീനിയർ സിമ്പിൾ ഹാർമോണിക് മോഷൻ. അങ്ങനെ ഡിഫറെന്റ് എക്സാമ്പിൾസ് അതേ ഫോർ ലീനിയർ സിമ്പിൾ ഹാർമോണിക് മോഷൻ. ഓക്കെ, അപ്പൊ നമ്മളൊരു സ്പ്രിംഗ് സിസ്റ്റം എടുത്ത് നമുക്കൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം. അപ്പൊ ലീനിയർ സിമ്പിൾ ഹാർമോണിക് മോഷൻ പറയുമ്പോൾ ആദ്യം വി ഹാവ് മെൻഷൻ അബൌട്ട് ദ ഡിസ്പ്ലേസ്മെന്റ് അല്ലെ. ഡിസ്പ്ലേസ്മെന്റ് y, if I am giving it as a sin omega t. Now, ഇടയ്ക്ക് നമ്മൾ a sin omega t plus phi എന്ന് പറയും. അപ്പൊ a sin of omega t plus phi നമ്മൾ ഫേസ് എന്നാണ് വിളിക്കുന്നത്. ആൻഡ് phi എന്ന് വിളിക്കുന്ന പേര് എപ്പോക്ക് അല്ലെങ്കിൽ ഇനീഷ്യൽ ഫേസ്. വാട്ട് ഇസ് ദ നെയിം? എപ്പോക്ക് അല്ലെങ്കിൽ ഇനീഷ്യൽ ഫേസ് എന്ന് പറയുന്നതാണ് നമ്മുടെ phi. Okay, so let me assume that the object is actually starting its motion from the mean position. അപ്പൊ ഒബ്ജക്ട് മീൻ പൊസിഷനിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് പറയാം ഫേസ് ഡിഫറൻസ് ഒന്നുമില്ല. സോ phi is equal to 0. We can write y is equal to a sin omega t. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് y is equal to a sin omega t.
Now, if we have the displacement, how do you determine the velocity? The derivative of displacement, time rate of change of displacement ആണ് velocity. So velocity will be equal to dy by dt, or that is equal to a omega cos omega t. അപ്പോൾ velocity എന്ന് പറയുന്നത് a omega cos omega t. Right? Now, cos omega t എന്ന് പറയുമ്പോൾ we can write it in another form. Root of 1 minus sin square omega t. അല്ലേ? Why? Because sin square omega t plus cos square omega t is equal to 1. So അത് ബേസ് ചെയ്ത് നമ്മൾ ഇങ്ങനെ എഴുതി. നമുക്ക് sin square omega t, sin omega t എന്താണെന്ന് ഇവിടെ നിന്ന് എഴുതാം. ഇവിടുന്ന് what is sin omega t? Y by a. So you'll be getting v is equal to a omega root of 1 minus y square by a square. എല്ലാ equations important ആണ് കേട്ടോ. Now simply cross multiplying and we get v is equal to another equation, cross multiplying and simplifying. മറ്റൊരു equation നമുക്ക് കിട്ടും, എന്ത് കിട്ടും? Omega the root of a square minus y square. Velocity is also equal to omega into root of a square minus y square. Okay. അപ്പോൾ velocity maximum എന്ന് പറയുന്നത് എപ്പോഴായിരിക്കും? As you can see, velocity is equal to a omega cos omega t അല്ലേ? അപ്പോൾ v max എന്ന് പറയുമ്പോൾ the condition will be a omega. Maximum ആണ് അല്ലേ? Maximum എന്ന് പറയുമ്പോൾ the condition will be a omega and the minimum velocity v min corresponds to 0. Minimum velocity. Maximum velocity a omega, minimum velocity 0. Now എവിടെയാണ് ഈ maximum velocity വരുന്നത്? എവിടെയാണ് 0 വരുന്നത്? Maximum velocity വരണമെങ്കിൽ cos omega t എന്ത് വരണം? Omega t 0 ആണ്. അല്ലേ? Which means velocity maximum വരുന്നത് ഒരു ഒബ്ജക്റ്റിന്റെ മീൻ പൊസിഷനിലായിരിക്കും and minimum വരുന്നത് എക്സ്ട്രീം പൊസിഷൻസിലായിരിക്കും. അപ്പോ velocity maximum വരുന്നത് എവിടെയാണ്? മീൻ പൊസിഷനിൽ. ഒരു ഒബ്ജക്റ്റ് to and fro മൂവ് ചെയ്യുമ്പോൾ മീൻ പൊസിഷനിലായിരിക്കും velocity maximum and will be minimum at the extreme positions. So do remember here that velocity mean പൊസിഷനിൽ maximum ആണെങ്കിൽ അവിടെ kinetic energy maximum ആയിരിക്കും. അവിടെ കൈനറ്റിക് എനർജി മാക്സിമം ആയിരിക്കും. അതുപോലെ എക്സ്ട്രീം പൊസിഷനിൽ കൈനറ്റിക് എനർജി will be minimum. Okay, അപ്പോൾ നമുക്ക് വെലോസിറ്റി കിട്ടി. Now we are moving on to see what is acceleration. അപ്പോൾ വെലോസിറ്റി അറിയാമെങ്കിൽ how do you find acceleration? Now we know that velocity is equal to a omega cos omega t. അപ്പോൾ നമുക്ക് വെലോസിറ്റി കിട്ടി. ഇനി എന്താ ആക്സിലറേഷൻ? ആക്സിലറേഷൻ എന്ന് പറയുന്നത് rate of change of velocity dv by dt, right? Or this can be written as this is equal to minus a omega square sin omega t. അല്ലെങ്കിൽ എങ്ങനെ എഴുതാം? a is equal to minus omega square y. Why? Because a sin omega t എന്ന് പറഞ്ഞാൽ y ആണ്. അതുകൊണ്ട് നമുക്ക് അവിടെ y എന്ന് എഴുതാം, right? Now acceleration കിട്ടി. What is the maximum acceleration? That will correspond to minus omega square a. That is, when the linear simple harmonic oscillator is at the extreme position, acceleration will be maximum. And similarly, minimum എന്ന് പറയുന്നത് എപ്പോഴാ? At the mean position, y 0 ആകുമ്പോൾ, so that will be 0. അപ്പോൾ maximum acceleration, minimum acceleration will be. Okay. അപ്പോൾ നമുക്ക് already velocity എന്താണെന്ന് അറിയാം, അല്ലേ? So based on that, we can actually write what is the energy of a simple harmonic oscillator. അപ്പോൾ അടുത്തത് energy. അപ്പോൾ energy എന്ന് പറയുമ്പോൾ we have to talk about two types of energy. One, potential energy, and the second one, kinetic energy. Potential energy നമ്മൾ work energy power പഠിച്ചിട്ടുണ്ട്. half k x square ആണ്. half k x square, where k is a spring constant or the force constant. Okay. Now this is equal to what? half k x square എന്നാണ് എഴുതിയത് അല്ലേ? അപ്പോൾ നമുക്ക് ഇവിടെ നമ്മൾ y ആണ് ചൂസ് ചെയ്തത്. അപ്പോൾ നമുക്ക് ഇവിടെ y എന്ന് ആഡ് ചെയ്യാം. Okay. Now, how do you substitute it? അപ്പോൾ നമുക്ക് half k y square എന്നാണ് potential energy കിട്ടിയത്, right? നമുക്കറിയാം y എന്താ? y is a sin omega t അല്ലേ? അത് വേണമെങ്കിൽ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ മറ്റൊരു ഇക്വേഷൻ കിട്ടും. So this is potential energy is equal to half k a square sin square omega t. This is one equation. Half k a square sin square omega t. Okay. Now അതുപോലെ kinetic energy നമുക്ക് എഴുതാം. Kinetic energy is equal to half m v square ആണ്. So this is equal to half into m. Half into m. What is v? Velocity. എന്താ velocity കിട്ടിയത് നമുക്ക്? a omega, a square omega square cos square omega t.
So we are getting the kinetic energy and the potential energy, right? But kinetic അറിയാം, potential അറിയാം. ഈ kinetic energy വേണമെങ്കിൽ മറ്റൊരു ഫോമിൽ എഴുതാം, because we know what is V, right? അപ്പൊ ഇങ്ങനെ എഴുതാം, kinetic energy is equal to half into m, എന്താ V square, omega square a square minus x square. ഇങ്ങനെ എഴുതാം നമുക്ക് kinetic energy. Okay, now അപ്പൊ potential energy കിട്ടി, kinetic energy കിട്ടി, right? നമുക്ക് അറിയാവുന്ന ഒരു ആദ്യം പറഞ്ഞൊരു കണ്ടീഷൻ ഉണ്ടായിരുന്നു ഞാൻ, that is force is equal to minus kx എന്ന്, right? Now we already know that force is equal to ma, അല്ലേ? So ma is equal to minus kx. അപ്പൊ what can you get right for k here? ഇവിടുന്ന് k എന്താന്ന് എഴുതാം, k എഴുതാൻ എങ്ങനെ എഴുതും? k എഴുതാൻ വേണ്ടി നമുക്ക് കമ്പയർ ചെയ്യാം രണ്ട് ഇക്വേഷൻസ് തമ്മിൽ. അപ്പൊ ഇവിടുന്ന് ആദ്യം നമുക്ക് a is equal to minus kx by m എന്ന് എഴുതാം. And we know that a is equal to minus omega square x അല്ലെങ്കിൽ minus omega square y. By x എന്ന് എഴുതിയാലും ശരി, y എന്ന് എഴുതിയാലും ശരി, what I am referring to is the displacement from the mean position. Okay, ഇത് രണ്ട് കമ്പയർ ചെയ്യുമ്പോൾ we get that omega square is actually equal to k by m, അല്ലേ? But what is k from here? It is actually omega square m. So we can actually find out the total energy here. The total energy will be equal to potential energy. K ന് വരെ നമുക്ക് എന്താ എഴുതാം, omega square into m എന്ന് എഴുതാം, അല്ലെ? അപ്പൊ y ന് പകരം x നമുക്ക് യൂസ് ചെയ്യാം, രണ്ട് ടേംസ് വരണ്ടല്ലോ. അപ്പൊ ഇവിടെ നമുക്ക് x തന്നെ ചൂസ് ചെയ്യാം. So x is a displacement, okay? So total energy is equal to kinetic energy plus the potential energy, or this is equal to kinetic energy എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം, half m omega square a square minus x square plus potential energy എന്താ, half k എന്ന് വെച്ചാൽ omega square m x square, right? Now when you open the brackets, രണ്ട് terms cancel ആയി പോകും, half omega square m x square cancel ആയി പോകും. So you'll be getting total energy is equal to half m omega square a square. So we are getting the total energy as half m omega square a square. ഇവിടെ ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം, എനർജി കൺസർവേഷൻ ഇവിടെ വാലിഡ് ആണ്. ഓക്കെ, മീൻ പൊസിഷനിലാണെങ്കിൽ അവിടെ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് പ്യൂർലി കൈനറ്റിക് ആയിരിക്കും. അതുപോലെ എക്സ്ട്രീം പൊസിഷൻ എത്തുമ്പോൾ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് പ്യൂർലി പൊട്ടൻഷ്യൽ ആയിരിക്കും. സോ ഇഫ് ഐ ഡ്രോ എ ഗ്രാഫ് ലൈക്ക് ദിസ്, അഗൈൻ ഡ്രോ ലൈക്ക് ദിസ്, ഒരെണ്ണം ഇങ്ങനെ വരച്ചു, ഒരെണ്ണം ഇങ്ങനെ വരച്ചു. അപ്പോൾ രണ്ട് ഗ്രാഫാണ് വരച്ചത്, അല്ലെ? ആൻഡ് ദിസ് കറസ്പോണ്ട്സ് ടു ദി കൈനറ്റിക് എനർജി which will be maximum at the mean position, and this corresponds to potential energy which is maximum at the extreme positions, but the total energy is remaining a constant throughout. This is total energy graph. Okay, the total energy is remaining a constant throughout the motion, whereas kinetic energy is maximum at the mean position and potential energy is maximum at the extreme position. Clear or not? So we have compared the kinetic energy and the potential energy over here. Okay, appo namukku energy of a simple harmonic oscillation kitti. Okay, adutha namukku vendathu time period aanu, time period of a simple harmonic oscillator. Okay, so the time period നമ്മൾ കുറച്ചു മുമ്പ് എസ്റ്റാബ്ലിഷ് ചെയ്ത റിലേഷൻ ഉണ്ട് ഇവിടെ. ഏതാണെന്ന് അറിയോ? ഒമേഗ സ്ക്വയർ ഇസ് ഈക്വൽ ടു k by m എന്ന്, റൈറ്റ്? ഒമേഗ നമുക്കറിയാം 2π by t ആണ്. അപ്പൊ this will be 2π by t the whole square, right? Or from here you can write time period is equal to 2π root of m by k. Time period is equal to 2π root of m by k, where m is the mass, k is the spring constant of the force constant. Okay, അപ്പൊ ഇവിടെ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം, രണ്ട് സ്പ്രിങ്സിനെ നമുക്ക് പല രീതിയിൽ കണക്ട് ചെയ്യാം. ഇറ്റ് മേ ബി കണക്റ്റഡ് ഇൻ സീരീസ്, ഇറ്റ് മേ ബി കണക്റ്റഡ് ഇൻ പാരലൽ. അപ്പൊ അതിനെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യാം, അല്ലെങ്കിൽ അതിനെ പാരലൽ ആയിട്ട് കണക്ട് ചെയ്യാം. അപ്പൊ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻഡ് ടു എൻഡ് കണക്ഷൻ, ഇതാണ് സീരീസ് കോമ്പിനേഷൻ. ഇതൊരു മാസ് m ഹാങ് ചെയ്യുന്നു. ഓക്കെ, ഇത് സീരീസ് ആണ്. അതുപോലെ ഈ കോമ്പിനേഷനും സീരീസ് ആണ്. സോ ഇത് പാരലൽ ആണോ സീരീസ് ആണോ? ഇത് സീരീസ് ആണെന്ന് കണ്ട് തെറ്റിദ്ധരിക്കരുത്, ഇത് സീരീസ് അല്ല. ഓക്കെ, ഈ കോമ്പിനേഷൻ മാത്രമാണ് സീരീസ്, എൻഡ് ടു എൻഡ് കണക്ഷൻ.
This is actually a parallel combination. അപ്പൊ ഇത് സീരീസ് കോമ്പിനേഷൻ ആണ്. ഇതെന്താണ്? പാരലൽ. ഞാൻ സീരീസ് എന്ന് പറഞ്ഞാൽ സീരീസ് ആവില്ല. ഇറ്റ് ഇസ് ആക്ച്വലി എ പാരലൽ കോമ്പിനേഷൻ. പാരലൽ കോമ്പിനേഷൻ നമുക്ക് രണ്ട് രീതിയിൽ കണക്ട് ചെയ്യാം. മറ്റൊരു മെത്തേഡ് ഇങ്ങനെ. This is another method. അപ്പൊ ഇതും പാരലൽ ആണ്, ഇതും പാരലൽ കോമ്പിനേഷൻ ആണ്. Okay, and this is a series combination we are referring to. Now, if two springs are connected in series, അത് രണ്ട് resistors parallel ആയിട്ട് കണക്ട് ചെയ്യുന്ന പോലെയാണ്. So, if two springs are connected in series means then the equivalent spring constant will be 1 by k is equal to 1 by k1 plus 1 by k2. Okay. Now, അതുപോലെ parallel ആയിട്ടാണ് കണക്ട് ചെയ്യുന്നതെങ്കിലോ, if they are connected in parallel, then k will be equal to k1 plus k2. അപ്പൊ series and parallel combination ആണ് പറഞ്ഞത്. അപ്പൊ നമ്മൾ ടൈം പീരീഡ് കണ്ടുപിടിക്കുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് ഒരു സീരീസ് അല്ലെങ്കിൽ ഒരു പാരലൽ കോമ്പിനേഷൻ ആവാം. അപ്പൊ സീരീസ് അല്ലെങ്കിൽ പാരലൽ കോമ്പിനേഷൻ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഈ കെയിന് പകരം കെ ഈക്വലന്റ് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഓക്കെ, അപ്പൊ ഇതിന്റെ കുറച്ച് ആപ്ലിക്കേഷൻസ് ടുവേർഡ്സ് എൻഡ് actually in fact a lot of applications I'm going to give you. അപ്പൊ make sure you watch till the end because ആ ആപ്ലിക്കേഷൻസ് അങ്ങനെ പഠിച്ചു വെച്ചാൽ തന്നെ ഒരു ക്വസ്റ്റ്യൻ അവിടെ നിന്ന് ഗ്യാരണ്ടീഡ് ആണ്. ഓക്കെ, സോ നമ്മൾ ടൈം പീരീഡ് വരെ കണ്ടു ഓഫ് എ ലീനിയർ സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്റർ. ഓക്കെ, അപ്പൊ നമ്മൾ ലീനിയർ സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്റർ പറഞ്ഞതുപോലെ ഏകദേശം സിമിലർ ആണ് ഒരു ആംഗുലാർ സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്റർ. നമ്മൾ ആംഗുലാർ സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്റർ ആയി എടുക്കാൻ പോകുന്നത് നമ്മുടെ സിമ്പിൾ പെൻഡുലം തന്നെയാണ്. ഓക്കെ, സോ ലെറ്റ്സ് കൺസിഡർ അവർ സിമ്പിൾ പെൻഡുലം. സിമ്പിൾ പെൻഡുലം ഒരു ബേസിക് ഒരു ഫിഗർ നമുക്ക് പറയാം ആദ്യം. സോ വി ഹാവ് ഒരു ബോബ് ഉണ്ട് അറ്റത്ത്. ദിസ് ബോബ് ഇസ് oscillating about its mean position to and fro. Length of the string നമുക്ക് L എന്ന് എടുക്കാം. ഈ ഡിസ്റ്റൻസ് നമുക്ക് X എന്ന് എടുക്കാം. അപ്രോക്സ് താഴത്തേക്ക് ഒരു വെയിറ്റ് ഓഫ് ദിസ് ബോബ് ഉണ്ടാവും mg. റിസോൾവ് ചെയ്യുമ്പോൾ if this is theta at an angle, right, this is theta, this will be mg cos theta കാരണം ഇത് theta ആയിരിക്കും corresponding angles. So ഇങ്ങോട്ട് ഒരു ഫോഴ്സ് ഉണ്ടാവും mg sin theta. Okay, അപ്പൊ ഈ mg sin theta എന്ന് പറയുന്ന ഫോഴ്സ് it is actually trying to bring this pendulum to its mean position. അപ്പൊ അങ്ങനെ എങ്ങോട്ട് ഓസിലേറ്റ് ചെയ്താലും there is a force directed towards the mean position, അല്ലെ? So it is a simple harmonic motion. അപ്പൊ ഇവിടെ നമുക്ക് ഇങ്ങനെ എഴുതാം, the force F is equal to mg sin theta, direct towards the mean position ആയതുകൊണ്ട് minus mg sin theta, right? നമുക്ക് അറിയാവുന്ന ഒരു കാര്യം എന്താണ്, F എന്ന് പറഞ്ഞാൽ F is actually equal to ma. F is equal to ma, right? Now, from here we can also find one thing. This is theta, right? This is theta ആണെങ്കിൽ this is 90 degree, which means what is sin theta from here? Sin theta എന്ന് പറയുന്നത് ഇത് ലെങ്ത് L തന്നെയാണ്. Sin theta is actually equal to opposite side by hypotenuse. Opposite side by hypotenuse എന്ന് പറയുമ്പോൾ sin theta is x by L. അപ്പൊ sin theta ക്ക് നമുക്ക് x by L എന്ന് കൊടുക്കാം. So this is equal to minus mg into x by L. Fine. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് m ഒന്ന് ക്യാൻസൽ ആയിപ്പോ you getting a is equal to minus g by L into x എന്ന് കിട്ടും, right? We already know that a is equal to minus omega square x, അല്ലെ? അപ്പൊ കമ്പയർ ചെയ്യുമ്പോൾ you're getting omega square is equal to g by L. Omega square is equal to g by L. അതുപോലെ ഒമേഗ അല്ലെങ്കിൽ ടൈം പീരീഡ് is equal to 2 pi root of L by g. അപ്പൊ നമുക്ക് എളുപ്പത്തില് ടൈം പീരീഡ് ഓഫ് എ സിമ്പിൾ പെൻഡുലം കിട്ടി. ഓക്കെ, ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ എന്താ? ടൈം ടേക്കൺ ടു കംപ്ലീറ്റ് വൺ ഓസിലേഷൻ. ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, അങ്ങോട്ട് പോയി, തിരിച്ചിവിടെ വന്നു, തിരിച്ചിങ്ങോട്ട് പോയി, തിരിച്ചിവിടെ വന്നു, അല്ലെ? ഒരു കംപ്ലീറ്റ് ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്ന ടൈം 2 pi root of L by g. ഓക്കെ, അപ്പൊ ഇതിന്റെയും കുറച്ച് സ്പെഷ്യൽ കേസസ് നമുക്ക് ഇനി കാണണം ടൈം പീരീഡ് ഓഫ് എ സിമ്പിൾ പെൻഡുലം. ഓക്കെ, അപ്പൊ ആംഗുലാർ സിമ്പിൾ ഹാർമോണിക് മോഷനിലും കണ്ടീഷൻ ഇതാണ്. അപ്പൊ എനർജി എല്ലാം നേരത്തെ പറഞ്ഞതുപോലെ അഗെയിൻ മീൻ പൊസിഷനിലാണ് വെലോസിറ്റി മാക്സിമം അല്ലെങ്കിൽ കൈനറ്റിക് എനർജി മാക്സിമം. എക്സ്ട്രീം പൊസിഷനിൽ എത്തുമ്പോൾ അവിടെ കൈനറ്റിക് എനർജി മിനിമം ആൻഡ് പൊട്ടൻഷ്യൽ എനർജി മാക്സിമം. ആൻഡ് എനർജി കൺസർവേഷൻ ഇസ് അഗെയിൻ വാലിഡ് ഓവർ ഹിയർ. അതിവിടെ വാലിഡ് ആണ് വിതൗട്ട് എനി ഫീൽ. ഓക്കെ, ഐ ഹോപ്പ് ദിസ് മച്ച് ഇസ് ക്ലിയർ ഫോർ യു. ഡൗട്ട് ഒന്നുമില്ലല്ലോ. ഓക്കെ, ഒരു കാര്യം കൂടി, നമ്മള് ആദ്യത്തെ ലീനിയർ സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്റർ പറഞ്ഞതുപോലെ നമ്മുടെ ഡിസ്പ്ലേസ്മെന്റ് എല്ലാം നമുക്ക് ഇവിടെ ഡിഫൈൻ ചെയ്യാം. അപ്പൊ എങ്ങനെ ഡിഫൈൻ ചെയ്യാം? y is equal to a sin omega t ഒരു ഫംഗ്ഷൻ ആയിട്ട് ഡിഫൈൻ ചെയ്യാം. അതുപോലെ വെലോസിറ്റി ഡിഫൈൻ ചെയ്യാം. അതുപോലെ ആക്സലറേഷൻ ഡിഫൈൻ ചെയ്യാം. നോ പ്രോബ്ലം.
ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത്. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ ഐ എം ഗോണ ഗീവ് യു ആസ് സെപ്പറേറ്റ് ആപ്ലിക്കേഷൻസ്. സോ ആപ്ലിക്കേഷൻ നമ്പർ 1 ഫോർ യു. ഫസ്റ്റ് ആപ്ലിക്കേഷൻ, സപ്പോസ് നമുക്ക് രണ്ട് ഡിസ്പ്ലേസ്മെന്റ്, ഒന്ന് y1 മറ്റേത് y2. y1 ഡിസ്പ്ലേസ്മെന്റ് ഫ്രം ദ മീൻ പൊസിഷൻ ആവുമ്പോൾ വെലോസിറ്റി v1 ആണ്. If y2 is a displacement from the mean position, velocity v2 ആണ്. ആൻഡ് ഇവരുടെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് a ആണെന്ന് വിചാരിച്ചോളൂ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ടൈം പീരീഡ് ഓഫ് ദ പെൻഡുലം വിൽ ബി ഈക്വൽ ടു, പെൻഡുലം ഓർ ദ സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്റർ വിൽ ബി ഈക്വൽ ടു t is equal to 2 pi root of y2 square minus y1 square divided by v1 square minus v2 square. ഓർത്തു വയ്ക്കുക, ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണ്, ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റൻ ആയിട്ട് വന്നതാ. ഐ എം ഗിവിംഗ് ദ ഡയറക്റ്റ് ഫോർമുല ടു സോൾവ് ഇറ്റ്. ഓക്കെ, ഇനി നമുക്ക് ഫോർമുല ഇല്ലെങ്കിൽ എങ്ങനെ സോൾവ് ചെയ്യും? ഫോർമുല ഇല്ലെന്നാണെങ്കിൽ നമ്മുടെ വെലോസിറ്റിയുടെ ഇക്വേഷനിലെ ഒമേഗ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ, അവിടുന്ന് എ എടുക്കണം. ആംപ്ലിറ്റ്യൂഡ് രണ്ട് കേസിലും സെയിം ആയതുകൊണ്ട് ആംപ്ലിറ്റ്യൂഡ് നമ്മൾ ഇക്വേറ്റ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ടൈം പീരീഡ് കണ്ടുപിടിക്കണം. ഓർ യു ക്യാൻ സിംപ്ലി റിമെമ്പർ ദിസ് ഇക്വേഷൻ. ഓക്കെ, ഇനി ഫ്രീക്വൻസി ആണ് ചോദിച്ചിരുന്നെങ്കിൽ ഇതിന്റെ റെസിപ്രോക്കൽ എടുത്താൽ മതി. ബിക്കോസ് വി നോ ദാറ്റ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ടൈം പീരീഡിന്റെ റെസിപ്രോക്കൽ ആണ്, റൈറ്റ്? ഇനി ഇഫ് ആംപ്ലിറ്റ്യൂഡ് ഇസ് ആസ്ക്ഡ് യു, how do you find out the corresponding condition? v1 square y2 square minus v2 square y1 square divided by v1 square minus v2 square. Okay, appo adana nammala second application to find the amplitude in the same situation. Okay, and the third one, ipo rendu SHM superpose cheyyonu vicharichu. Two SHMs, ഒരെണ്ണം a1 sin omega t, മറ്റേത് a2 sin omega t plus y. ഈ രണ്ട് SHM സൂപ്പർ ഇമ്പോസ് ചെയ്യുമ്പോൾ വാട്ട് വി വിൽ ബി ഗെറ്റിംഗ് ഈസ് നമ്മുടെ റിസൾട്ടന്റ് എന്ന് പറയുന്നത് റൂട്ട് ഓഫ് a1 സ്ക്വയർ പ്ലസ് a2 സ്ക്വയർ പ്ലസ് 2 a1 a2 cos phi ആയിരിക്കും. പ്ലീസ് റിമെമ്പർ ദിസ്, ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഓക്കെ, ആൻഡ് ദ ഫോർത്ത് കണ്ടീഷൻ, വെരി വെരി ഇമ്പോർട്ടന്റ്, പൊട്ടൻഷ്യൽ എനർജി ഈക്വൽ ടു കൈനറ്റിക് എനർജി. നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു, ഒരു സിമ്പിൾ ഹാർമോണിക് മോഷൻ നടക്കുമ്പോൾ മീൻ പൊസിഷനിലെ കൈനറ്റിക് എനർജി മാക്സിമം ആണ്, എക്സ്ട്രീം പൊസിഷനിലെ പൊട്ടൻഷ്യൽ എനർജി മാക്സിമം ആണ്, അവിടെ കൈനറ്റിക് മിനിമം ആണ്, അല്ലെ? നൗ ഈ പൊട്ടൻഷ്യൽ ഈക്വൽ ടു കൈനറ്റിക് എന്നൊരു സിറ്റുവേഷൻ വന്നാൽ the condition will be displacement is equal to a by root 2, amplitude by root 2 വരുമ്പോഴാണ് എന്ത് ഈക്വൽ ആവുന്നത്? കൈനറ്റിക് is equal to പൊട്ടൻഷ്യൽ വരുന്നത്. ഓക്കെ, ആൻഡ് kinetic energy ആവറേജും പൊട്ടൻഷ്യൽ എനർജി ആവറേജും ഈക്വൽ ആയിരിക്കും. And that is equal to 1 by 4 m omega square a square. So the average of the kinetic energy will be equal to the average of the potential energy, which is equal to 1 by 4 m omega square a square. Okay, and move on to the next application. Application number 5 is, we are considering two cases. First case എന്ന് പറയുന്നത് നമ്മുടെ ടൈം പീരീഡ് t1 ഉള്ള ഒരു പെൻഡുലം when a force F1 is acting on it. അതുപോലെ when a force F2 is acting on it, the time period of the pendulum is t2. Okay, ഇനി നമ്മൾ മൂന്ന് കേസസ് ആണ് അതിനകത്ത് പഠിക്കുന്നത്. ഒരു കമ്പൈൻഡ് ഫോഴ്സ് ഓഫ് F1 and F2 ആണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ what will be the new time period? ഈ രണ്ട് ഫോഴ്സും F1 F2ഉം സെയിം ഡയറക്ഷനിലാണ് കമ്പൈൻഡ് ആയിട്ട് ആക്ട് ചെയ്യുന്നതെങ്കിൽ the time period will be equal to t1 t2 divided by root of t1 square plus t2 square. അതുപോലെ ഈ ഫോഴ്സ് F1 F2ഉം ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ then time period will be equal to t1 t2 divided by root of t1 square minus t2 square. അതുപോലെ ഈ രണ്ട് ഫോഴ്സും പെർപെൻഡിക്കുലർ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ then t1 raised to 4 t2 raised to 4 divided by t1 raised to 4 plus t2 raised to 4 the whole raised to 1 by 4. അപ്പൊ ഈ ഷോർട്ട് കട്ട് ഇക്വേഷൻസ് നിങ്ങൾ ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ ഐ നോ ദാറ്റ് ഐ എം ഗോണ ഗിവ് യു എ ലോട്ട് ഓഫ് ഇക്വേഷൻസ്. ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ബെനിഫിഷ്യൽ ഫോർ യു, ബിലീവ് മീ. ഓക്കെ, അപ്പോ ഇത്രയും കണ്ടീഷൻസ് ഓർത്ത് വെക്കുക. അപ്പൊ t1 ഫോഴ്സ് F1 ആക്ട് ചെയ്യുമ്പോൾ ടൈം പീരീഡ്, t2 ഫോഴ്സ് F2 ആക്ട് ചെയ്യുമ്പോൾ ടൈം പീരീഡ്, കമ്പൈൻഡ് എഫക്റ്റിലുള്ള കണ്ടീഷൻസ് ആണ് ഈ പറഞ്ഞത്. ഓക്കെ, ഇനി അടുത്തത് ഒരു സ്പ്രിംഗ് മാസ് സിസ്റ്റം ആണ് ഞാൻ വരച്ചിട്ടുള്ളത്. ഒരു സ്പ്രിംഗ് ഉണ്ട്, ഒരു മാസ് ഉണ്ട്. നോർമൽ ഒരു സ്പ്രിംഗ് മാസ് സിസ്റ്റം എടുക്കുമ്പോൾ നമുക്കറിയാം ടൈം പീരീഡ് എന്ന് പറയുന്നത് 2 pi root of m by k ആണ്, അല്ലെ? പക്ഷെ ഇവിടെ ഒരു സ്പെസിഫിക് കണ്ടീഷൻ ഉണ്ട്. സ്പ്രിംഗിന് ഒരു മാസ് ഉണ്ട് ms. ഓക്കെ, ഇഫ് ദ സ്പ്രിംഗ് ഹാസ് എ മാസ്, ടൈം പീരീഡിൽ ചേഞ്ച് വരും 2 pi root of m plus ms by 3. ms എന്ന് വെച്ചാൽ മാസ് ഓഫ് ദ സ്പ്രിംഗ് by k ആവും. k is സ്പ്രിംഗ് കോൺസ്റ്റന്റ്. ഓക്കെ, അതുപോലെ അടുത്ത കേസ് എന്ന് പറയുന്നത് വി ആർ ആക്ച്വലി സമ്മേർജിങ് ഒരു മാസ് m നമ്മൾ ലിക്വിഡിൽ സമ്മേർജ് ചെയ്തേക്കുവാണ്. ഇത് സമ്മേർജ്ഡ് ഇൻ ലിക്വിഡ്.
ഒരു ലിക്വിഡ് സബ്മേർജ് ചെയ്യുമ്പോഴും വാട്ട് ഇസ് ഹാപ്പനിങ്, ദ ടൈം പീരീഡ് ഇസ് റിമൈനിങ് ദ സെയിം. അപ്പൊ എയറിൽ എങ്ങനെയാണോ ടൈം പീരീഡ് വരുന്നത്, ആ സെയിം ടൈം പീരീഡ് ആണ് ഒരു ലിക്വിഡില് നമ്മളൊരു മാസ് m സബ്മേർജ് ചെയ്ത് വെച്ചാലും ടൈം പീരീഡ് വരുന്നത്. ഓക്കെ, ഇത്രയും ക്ലിയർ ആണല്ലോ. ആൻഡ് ദ നെക്സ്റ്റ് വൺ ആൻഡ് ആപ്ലിക്കേഷൻ നമ്പർ 7. ഒരു ഇൻക്ലൈൻ പ്ലെയിനിലാണ് നമ്മൾ ഈ മാസ് വെച്ചിട്ടുള്ളത്, സ്പ്രിംഗ് ഓർ സ്പ്രിംഗ് കോൺസ്റ്റന്റ് K. അപ്പൊ ഞാൻ ആദ്യം കാണിച്ചൊരു കേസ് ലിക്വിഡില് ഫുള്ളി സബ്മേർജ്ഡ് ആണെങ്കിലുള്ള ടൈം പീരീഡ് 2π√m/k ആയിരുന്നു. അതുപോലെ ഇൻക്ലൈൻ പ്ലെയിനിൽ ഒരു മാസ് വെച്ചാലും അഗെയിൻ ടൈം പീരീഡ് ഇസ് അഗെയിൻ 2π√m/k. അതുപോലെ ഇങ്ങനെ ഒരു അറേഞ്ച്മെന്റ് ഉണ്ടെന്ന് വിചാരിച്ചോളൂ. ഒരു മാസ് m ഒരു പുള്ളിയുടെ മുകളിൽ കൂടെ ഹാൻഡ് ചെയ്തേക്കുന്നു. ദിസ് ഇസ് എ സ്പ്രിംഗ് ഓഫ് സ്പ്രിംഗ് കോൺസ്റ്റന്റ് K. ഇവിടെയും ടൈം പീരീഡ് ഇസ് അഗെയിൻ 2π√m/k. അപ്പൊ ഇങ്ങനത്തെ കേസസിലെല്ലാം ടൈം പീരീഡ് സെയിം ആണ്, ഡിഫറെന്റ് ഒന്നും അല്ല. ഓക്കെ, ആൻഡ് ഇവിടെ ഓർത്ത് വെക്കാൻ പറ്റുന്ന ഒരു കണ്ടീഷൻ കൂടി, സപ്പോസ് ഞാൻ ഇങ്ങോട്ട് താഴത്തേക്ക് പുള്ളിങ് ഇറ്റ് ഡൗൺ ആൻഡ് എക്സ്റ്റൻഷൻ എക്സ് ഇസ് ദയർ. അപ്പൊ എക്സ് ഇസ് എക്സ്റ്റൻഷൻ. അപ്പൊ ഇവിടെ ടൈം പീരീഡ് ഇങ്ങനെയും എഴുതാൻ വേണമെങ്കിൽ 2π√x/g sin theta, where theta is the angle of the inclined plane. ഓക്കെ, അപ്പൊ ഈ കണ്ടീഷൻ ഓർത്ത് വെക്കാം. ബട്ട് ജനറലി ഇത്ര ഓർത്താൽ മതി. ഈ കണ്ടീഷൻ ആണെങ്കിലും ഇതാണെങ്കിലും നേരത്തെ പറഞ്ഞ സിറ്റുവേഷൻസ് ആണെങ്കിലും ടൈം പീരീഡ് സ്റ്റിൽ √2π√m/k. ഓക്കെ, ഇനി സീരീസ് ആൻഡ് പാരലൽ കോമ്പിനേഷൻ. അപ്പൊ സീരീസ് ആൻഡ് പാരലൽ കോമ്പിനേഷൻ ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു. ഇനി ഒരു അഡീഷണൽ ഇൻഫർമേഷൻ, ഫസ്റ്റ് സ്പ്രിംഗിന്റെ ടൈം പീരീഡ് T1 സെക്കൻഡ് സ്പ്രിംഗിന്റെ ടൈം പീരീഡ് T2 ആണെങ്കിൽ സീരീസിൽ കണക്ട് ചെയ്യുമ്പോൾ ടൈം പീരീഡ് വിൽ ബി √T1² + T2². ആൻഡ് ഇവിടെ ഓർത്ത് വെക്കേണ്ട വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ്, the restoring force will be equal and the elongation will be unequal. രണ്ട് സ്പ്രിംഗ്സിനെ സീരീസിൽ കണക്ട് ചെയ്താൽ റീസ്റ്റോറിംഗ് ഫോഴ്സ് വിൽ ബി ഈക്വൽ ബട്ട് ദി എലോങ്ങേഷൻ വിൽ ബി അൺഈക്വൽ. ഓർത്ത് വെക്കുക. ചിലപ്പോൾ ക്വസ്റ്റ്യനില് ഈ കണ്ടീഷൻ ആയിരിക്കും തരുന്നത്. നമ്മൾ കണ്ടുപിടിക്കേണ്ടി വരും വെദർ ഇറ്റ് ഇസ് സീരീസ് ഓർ പാരലൽ എന്ന്. ഓക്കെ, അതുപോലെ പാരലൽ കോമ്പിനേഷൻ ആണെങ്കിൽ ടൈം പീരീഡ്, അപ്പൊ T1 ഫസ്റ്റ് സ്പ്രിംഗിന്റെ T2 സെക്കൻഡ് സ്പ്രിംഗിന്റെ ടൈം പീരീഡ് ഇൻഡിവിജ്വലി അവര് ഓസിലേറ്റ് ചെയ്ത. So time period is equal to T1 T2 divided by √T1² + T2². ഇവിടെ എന്താ, RF restoring force is unequal, പക്ഷേ elongation is equal. അപ്പൊ ഈ സിറ്റുവേഷൻസ് കറക്റ്റ് ആയിട്ട് ഓർത്ത് വെക്കണം കേട്ടോ. It will be useful. And the next condition, the ninth one, a two-body oscillator. Two-body oscillator ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. രണ്ട് മാസ് m1 and m2 attached by a spring. അപ്പോൾ ഈ m1 ഞാൻ ഇങ്ങോട്ട് ഒരു x1 ഡിസ്പ്ലേസ് ചെയ്യുന്നു, x2 ഇങ്ങോട്ട് ഡിസ്പ്ലേസ് ചെയ്യുന്നു m2. ഐ ആം പുള്ളിങ് ഇറ്റ് ഇൻ ദ ടു ഡയറക്ഷൻസ്, ഐ ആം റിലീസിങ് ഇറ്റ്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവിടെ വന്ന ടൈം പീരീഡ് 2π√m1m2/k m1 + m2. k അറിയാം, സ്പ്രിംഗ് കോൺസ്റ്റന്റ്. Now m1 m2/m1 + m2 അതിന് മറ്റൊരു പേര് പറയാം, നമുക്ക് റെഡ്യൂസ്ഡ് മാസ് എന്ന് പറയാം. നമ്മൾ മ്യൂ വെച്ചാണ് റെപ്രസെന്റ് ചെയ്യുന്നത്, റെഡ്യൂസ്ഡ് മാസ്. റെഡ്യൂസ്ഡ് മാസ് എന്ന് പറഞ്ഞാൽ m1 m2/m1 + m2. ഓക്കെ, നെക്സ്റ്റ് വൺ ആപ്ലിക്കേഷൻ നമ്പർ 10. അപ്പൊ ഇവിടെ നമ്മൾ കാണുന്നത് ഒരു മാസ് m. ഇത് ഫുള്ളി സബ്മേർജ്ഡ് അല്ല, പാർഷ്യലി സബ്മേർജ്ഡ് ആണ്. ഫുള്ളി സബ്മേർജ്ഡ് ആയപ്പോൾ നമ്മൾ പറഞ്ഞു ടൈം പീരീഡ് 2π√m/k തന്നെയാണ്. പക്ഷെ പാർഷ്യലി ആണ് സബ്മേർജ്ഡ് എങ്കിൽ ടൈം പീരീഡ് വിൽ ബി ഈക്വൽ ടു 2π√m/k + a dlg. dl എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി ഓഫ് ദ ലിക്വിഡ്, a is the area of cross section of the mass. ഓക്കെ, k നമ്മുടെ സ്പ്രിംഗ് കോൺസ്റ്റന്റ്. ഇനി അതുപോലെ ഒരു എർത്തിന്റെ along the diameter I am digging a tunnel. ഓക്കെ, ഇതിന്റെ അറ്റത്ത് ഇവിടെ കൊണ്ടൊരു മാസ് കൊണ്ടുവന്നിട്ട് I am dropping it. So it will execute a simple harmonic motion, ആ ഒബ്ജക്റ്റ്, and time period will be equal to 2π√r/g. പക്ഷേ ഈ സെയിം ക്വസ്റ്റ്യൻ നിങ്ങളോട് ചോദിക്കുന്നത് ഹൈറ്റിൽ നിന്നാണ് ഈ ഒബ്ജക്റ്റ് ഡ്രോപ്പ് ചെയ്തതെന്ന് വിചാരിച്ചോളൂ. ഈ ഹൈറ്റിൽ നിന്നാണ് ഈ ഒബ്ജക്റ്റ് ഡ്രോപ്പ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ വരുന്ന ഓസിലേറ്ററി മോഷൻ, it will just be oscillatory in nature. അതൊരിക്കലും സിമ്പിൾ ഹാർമോണിക് ആയിരിക്കില്ല. ഓക്കെ, അപ്പൊ ഒരു ഹൈറ്റ് h നിന്നാണ് ഡ്രോപ്പ് ചെയ്യുന്നതെങ്കിൽ അത് എന്തല്ല, സിമ്പിൾ ഹാർമോണിക് അല്ല. എർത്തിന്റെ സർഫസിന് നിയർ കൊണ്ടുവന്നിട്ടാണ് ഡ്രോപ്പ് ചെയ്യുന്നതെങ്കിൽ ടൈം പീരീഡ് 2π√r/g ആണ്. A tunnel dug along the diameter of the earth. ഇനി അതുപോലെ അടുത്ത കണ്ടീഷൻ എന്ന് പറയുന്നത് a body with height h submerged in the liquid. അപ്പൊ ഒരു ബ്ലോക്ക് എടുത്തു, ബ്ലോക്കിന്റെ h submerged ആണ് ലിക്വിഡിൽ. അങ്ങനെ കണ്ടീഷനിലെ രണ്ട് കണ്ടീഷൻസ് നമുക്ക് ഓർത്ത് വെക്കാം. ഒന്ന്, ടൈം പീരീഡ് 2π√m/a σg. സിഗ്മ എന്ന് പറയുന്നത് ലിക്വിഡിന്റെ ഡെൻസിറ്റി ആണ്. സിഗ്മ ഇസ് എ ഡെൻസിറ്റി ഓഫ് ദ ലിക്വിഡ്. അല്ലെങ്കിൽ 2π√h/g എന്ന കണ്ടീഷൻ യൂസ് ചെയ്യാം. ആൻഡ് ഈ ഇക്വേഷൻ ഒരു സ്ഥലത്തൂടെ വാലിഡ് ആണ്. ദാറ്റ് ഇസ് ഇൻ ദ കേസ് ഓഫ് എ യൂട്യൂബ്. അപ്പൊ യൂട്യൂബില് രണ്ട് ലിംസിലും ഹൈറ്റ് h വരെ വെള്ളമുണ്ട്.
ഒരു എൻഡിൽ ഐ എം എക്സർട്ടിങ് എ സ്മോൾ ഫോഴ്സ്, ഐ എം ഡിസ്പ്ലേസിംഗ് ദ വാട്ടർ ബൈ y, ഒരു y ഡിസ്റ്റൻസ് ഞാൻ ഡിസ്പ്ലേസ് ചെയ്തു, എന്നിട്ട് അത് റിലീസ് ചെയ്യും. അപ്പൊ ഇറ്റ് ഓസിലേറ്റ്സ് സിമ്പിൾ ഹാർമോണിക്കലി ആൻഡ് ദ ടൈം പീരീഡ് ഇസ് 2π√h/g. ഓക്കെ, അടുത്ത കേസിൽ നമ്മളൊരു ഹെമിസ്ഫിയറിക്കൽ സ്ട്രക്ചർ എടുത്തു. ഹെമിസ്ഫിയർ എടുത്തിട്ട് ഒരു മാസ്, ഈ മാസ് സർക്കുലർ ആണ്, അതിന്റെ റേഡിയസ് സ്മോളർ ആണ്. ഇവന്റെ റേഡിയസ് ആണ് സ്മോളർ, ഇവന്റെ റേഡിയസ് ആണ് ക്യാപിറ്റൽ ആണ്. ഓക്കെ, അപ്പൊ ഇവൻ ഇവിടുന്ന് ഡ്രോപ്പ് ചെയ്ത് എന്ത് പറ്റും? ഇവിടുന്ന് ഞാൻ പതുക്കെ ഇങ്ങനെ വിട്ടു, റിലീസ് ചെയ്തു, എന്ത് പറ്റും? ഇറ്റ് ഓസിലേറ്റ്സ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഓസിലേറ്റ് ചെയ്യും. ആൻഡ് ദ ടൈം പീരീഡ് ഇസ് 2π√r-r/g. ഓക്കെ, കണ്ടീഷൻസ് ക്ലിയർ ആണല്ലോ. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ കാണേണ്ടത് വാട്ട് ഈസ് ദ കണ്ടീഷൻ ഫോർ എ ഫിസിക്കൽ പെൻഡുലം. ഓക്കെ, സോ ദ നെക്സ്റ്റ് വൺ. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് ഫിസിക്കൽ പെൻഡുലത്തിന്റെ കേസസ് ആണ് പറഞ്ഞിട്ടുള്ളത്. ഒരു ഫിസിക്കൽ പെൻഡുലം എന്ന് പറഞ്ഞാൽ ഒരു സിമ്പിൾ പെൻഡുലം പോലെയല്ല, ഒരു പർട്ടിക്കുലർ ഷേപ്പ് ഉള്ള ഒരു ഒബ്ജക്റ്റ്, എന്തോ ഒരു ഷേപ്പ്. അപ്പൊ ഈ സാധനമാണ് ഓസിലേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഹിഞ്ച്ഡ് ആണ്, ഇവിടെ ഹിഞ്ച് ചെയ്തിരിക്കുന്നു, ഒരു എൻഡ് ഹിഞ്ച്ഡ് ആയിരിക്കും. അബൌട്ട് ദാറ്റ് ഹിഞ്ച് ഇറ്റ് ഇസ് ഓസിലേറ്റിംഗ്. ഫിസിക്കൽ പെൻഡുലം ഒരു ഷേപ്പ് ഉള്ള ഒരു ഒബ്ജക്ട്സ് ആണ്, പർട്ടിക്കുലർ ഷേപ്പ് ഉള്ളത്. അപ്പൊ നമുക്ക് പറയാം ജനറൽ ഇക്വേഷൻ ഇതാണ്, 2π√i/mgh. I മൊമെന്റ് ഓഫ് ഇനേർഷ്യ ആണ്. അപ്പൊ റിംഗ് ആണെങ്കിൽ റിംഗിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ, ഡിസ്ക് ആണെങ്കിൽ അവന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ, റോഡ് ആണെങ്കിൽ റോഡിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പൊ ഈ മൂന്ന് ഇക്വേഷൻസ് നിങ്ങൾ ബൈ ഹാർട്ട് പഠിക്കണമെന്നില്ല, ബിക്കോസ് you can substitute the value of I there and get the corresponding conditions. അപ്പൊ ഇതെന്ന് പറയുന്നത് നമ്മുടെ റിംഗ് ഉണ്ട്, റിംഗിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു ആക്സിസ് ഉണ്ട്, ആൻഡ് ഇറ്റ് ഇസ് ആക്ച്വലി ഓസിലേറ്റിംഗ് ടു ആൻഡ് ഫ്രോ, ഇങ്ങനെ ഓസിലേറ്റ് ചെയ്യുവാണ്. അതിന് ടൈം പീരീഡ് ആണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഡിസ്കിന്റെയും സെയിം കണ്ടീഷൻ. ഒരു ഡിസ്ക് ഉണ്ട്, പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ ഓഫ് ദ ഡിസ്ക് ആൻഡ് ആക്സിസ് ഇസ് there and passing through its tangent. again ഇതിലൂടെ പാസ് ചെയ്യുന്ന ഒരു ആക്സിസ് ഉണ്ട്. ടൈം പീരീഡ് ഇസ് √3r/g, 2π√3r/g. റോഡ് ഉണ്ട്, റോഡ് ഇങ്ങനെ ഹാങ് ചെയ്തേക്കുവാണ്, ഇറ്റ് ഇസ് ഓസിലേറ്റിംഗ് ആൻഡ് ദാറ്റ് ടൈം പീരീഡ് ഇസ് 2π√12/3g. ഓക്കെ, അപ്പൊ ഒരു എൻഡിലൂടെ ആക്സിസ് പാസ് ചെയ്യുമ്പോൾ നമുക്കറിയാം മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഇസ് ml²/3. അത് ബേസ് ചെയ്താണ് ഇത് എഴുതിയിട്ടുള്ളത്. ഓക്കെ, റോഡ് ഓഫ് ലെങ്ത് L. ഫൈൻ. ഇനി മറ്റൊരു കാര്യം, ഒരു ടോർഷണൽ പെൻഡുലം. ടോർഷണൽ പെൻഡുലം എന്ന് പറയുമ്പോൾ ഒരു ഡിസ്ക് ലൈക്ക് സ്ട്രക്ചർ ആണ്. ഈ ഡിസ്ക് നമ്മൾ മുകളിൽ നിന്ന് ഒരു ത്രെഡിൽ ഹാങ് ചെയ്തു, ഡിസ്ക് റൊട്ടേറ്റ് ചെയ്യും. അവിടെ നമ്മൾ ടേം ഡിഫൈൻ ചെയ്യും, സി കപ്പിൾ പെർ യൂണിറ്റ് ട്വിസ്റ്റ്. എന്താണ് കപ്പിൾ പെർ യൂണിറ്റ് ട്വിസ്റ്റ്? അപ്പൊ we can write the time period of a torsional pendulum in terms of the couple per unit twist, and the time period is given by t is equal to 2π√i/c. Clear? Okay. അപ്പൊ ഇനി നമുക്ക് കാണേണ്ടത് നമ്മുടെ സിമ്പിൾ പെൻഡുലത്തിന്റെ ജനറൽ എക്സ്പ്രഷൻ ഞാൻ പറഞ്ഞിരുന്നു, ടൈം പീരീഡ് ഇസ് 2π√L/g എന്ന്. ഓക്കെ, അതിന്റെ കുറച്ച് സ്പെഷ്യൽ കണ്ടീഷൻസ് കൂടി കാണാം. അത് ഓർത്ത് വെക്കാൻ വളരെ എളുപ്പമാണ്, റിലേറ്റ് ചെയ്ത് ഓർത്ത് വെക്കാൻ പറ്റുന്ന കുറച്ച് കണ്ടീഷൻസ് കൂടി നമുക്ക് കാണാം. ഓക്കെ, സോ ഗോയിങ് ടു സിമ്പിൾ പെൻഡുലം. സിമ്പിൾ പെൻഡുലത്തിനും കുറെ കേസസ് ഉണ്ട്. ഓക്കെ, അപ്പോ കുറെ കേസസ് കാണുമ്പോൾ അയ്യോ ഇത്ര ഉണ്ടല്ലോ എന്നോർത്ത് പഠിക്കാതിരിക്കരുത്. നിങ്ങൾ എഴുതി പഠിക്കണം, ഇക്വേഷൻസ് മറന്നു പോകാതെ വീണ്ടും വീണ്ടും എഴുതി നോക്കണം, റിവൈസ് ചെയ്യണം പ്രോപ്പർ ആയിട്ട് കേട്ടോ. ബിക്കോസ് ഇത്രയും കേസസ് ഇന്ന് ഒരു ക്വസ്റ്റ്യൻ ഉറപ്പാ. അപ്പൊ വിചാരിക്കും ഒരു ക്വസ്റ്റ്യൻ അല്ലേ, ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ 4 മാർക്ക്, ഇറ്റ് ഇസ് റാങ്ക് ഡിറ്റർമിനിങ് ഫാക്ടർ. ഓക്കെ, വിട്ടുകളയരുത്. റൈറ്റ്. അപ്പൊ ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് വി ഹാവ് എ സിമ്പിൾ പെൻഡുലം ഓഫ് ലെങ്ത് L1, അവന്റെ ടൈം പീരീഡ് T1 ആണ്. മറ്റൊരു സിമ്പിൾ പെൻഡുലത്തിന്റെ ലെങ്ത് L2 ആണ്, ടൈം പീരീഡ് T2 ആണ്. അപ്പൊ ഈ രണ്ടു പേരും കൂടിയും ഇൻഡിവിജ്വലി ഓസിലേറ്റ് ചെയ്യുമ്പോൾ ടൈം പീരീഡ് ആണ് T1 ആൻഡ് T2. നമ്മൾ കമ്പൈൻ ചെയ്യുവാണ്, L1 plus L2 ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ then the time period of the combination will be √T1² plus T2². അതേസമയം L1 minus L2 ആണ് എടുക്കുന്നതെങ്കിൽ ടൈം പീരീഡ് will be equal to √T1² minus T2². ഓക്കെ, അടുത്ത കേസ് എന്ന് പറയുന്നത് ഒരു ട്രോളി, ഒരു കാർ ആവാം, ട്രോളി ആവാം, എന്തോ ആയിക്കോട്ടെ. ഇറ്റ് ഇസ് മൂവിംഗ് ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ വിത്ത് ആൻ ആക്സിലറേഷൻ a. ഇവന്റെ ടൈം പീരീഡ് എന്ന് പറയുന്നത് 2π√L/√g² plus a² ആണ്. ഓക്കെ, അത് ഓർത്ത് വെക്കണം കേട്ടോ, ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ അടുത്ത കേസ് ഒരു സർക്കുലർ പാത്ത് ആണിത്. അപ്പൊ ഒരു സർക്കുലർ ആർക്കിന്റെ റേഡിയസ് r ആണ്. കാർ നെഗോഷിയേറ്റിംഗ് കർവ് ഒക്കെ പറഞ്ഞിട്ടില്ലേ, അതുപോലെ കാർ മൂവിംഗ് ഇൻ എ സർക്കുലർ പാത്ത്. അപ്പൊ ഇവന്റെ ടൈം പീരീഡ് എന്ന് പറയുന്നത് അവിടെ ആ കാറിൽ തൂക്കിയിട്ടേക്കുന്ന പെൻഡുലം ഓസിലേറ്റ് ചെയ്യുന്ന ടൈം പീരീഡ് വിൽ ബി 2π√L/√g² plus v⁴/r². അപ്പൊ ഈ ഇക്വേഷൻ കിട്ടാൻ വേണ്ടി നമ്മൾ നമ്മുടെ സെൻട്രിപെറ്റൽ ഫോഴ്സിന്റെ കണ്ടീഷൻ എടുക്കുന്നത്. നമ്മുടെ v²/r ഇക്വേഷൻ അല്ലേ, അതിന്റെ കറസ്പോണ്ടിങ് കണ്ടീഷൻ ആണ് ഇത് വരുന്നത്. ഇനി അടുത്ത കേസ് എന്ന് പറയുന്നത് ഒരു പെൻഡുലം
സാധാരണ നമ്മൾ എടുക്കുന്ന പെൻഡുലത്തിന്റെ ലെങ്ത് 1 മീറ്റർ ആണ്. കമ്പയർ ടു ദ റേഡിയസ് ഇറ്റ് ഇസ് നോട്ട് വെരി സിഗ്നിഫിക്കന്റ്. പക്ഷെ അങ്ങനെ സിഗ്നിഫിക്കന്റ് ആണെങ്കിൽ, ലെങ്ത് സിഗ്നിഫിക്കന്റ് ആണെങ്കിൽ, if the length L is significant compared to the radius of the earth, capital R, time period is 2 pi root of 1 by g into 1 by L plus 1 by R. ഇത് ജനറലൈസ്ഡ് ആയിട്ട് ഓർത്ത് വെക്കുക. ഇത് ഓർത്ത് വെച്ചാൽ സബ്സിഡറി ആയിട്ട് രണ്ട് കണ്ടീഷൻസ് കൂടി പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഒന്ന്, L is equal to infinity ആണെങ്കിൽ, L is equal to infinity ആണെങ്കിൽ 1 by infinity 0 ആകും. അപ്പൊ ഇക്വേഷൻ will be 2 pi root of R by G വരും. ഓക്കെ, അപ്പൊ L നെഗ്ലിജിബിൾ ആണ്, ഓർ L ഇൻഫിനിറ്റി ആണെങ്കിൽ അതായിരിക്കും കണ്ടീഷൻ. അതുപോലെ L is equal to R ആണെങ്കിലോ, L is equal to R ആണെങ്കിൽ ഇത് 2 by R എന്ന് വരും, that will be R by 2G എന്ന് വരും റൂട്ടിനകത്ത്, അല്ലെ? അപ്പൊ ആ രണ്ട് കണ്ടീഷൻസ് ഓർത്ത് വെക്കണം. ആൻഡ് ഈ സെക്കൻഡ് കേസില് ടൈം പീരീഡ് എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി 60 മിനിറ്റ്സ് വരും ചെയ്ത് കഴിയുമ്പോൾ കേട്ടോ. ആ വാല്യൂ ഓർത്ത് വെച്ചു, അപ്രോക്സിമേറ്റ്ലി 60 മിനിറ്റ്സ് വരും. ഓക്കെ, ഇനി അടുത്ത കേസിൽ പറഞ്ഞിട്ടുള്ളത് ടൈം പീരീഡ് ഇസ് ഈക്വൽ ടു 2 pi root of L by G into 1 minus DL by dB. ഇതെന്ന് പറയുന്നത് ഒരു പെൻഡുലം അറേഞ്ച്മെന്റ് ഫുൾ ആയിട്ട് ഒരു ലിക്വിഡിൽ സമ്മേഴ്സ്ഡ് ആണ്. ഓക്കെ, ഇത് മൊത്തം എവിടെയാണ്? ഒരു ലിക്വിഡിനകത്ത് സമ്മേഴ്സ്ഡ് ആണെങ്കിൽ ആ സമ്മേഴ്സ്ഡ് ആയിരിക്കുന്ന ലിക്വിഡിനകത്തുള്ള ടൈം പീരീഡ് ആണ് പെൻഡുലത്തിന്റെ. DL ഡെൻസിറ്റി ഓഫ് ദ ലിക്വിഡ്, DV ഡെൻസിറ്റി ഓഫ് ദ ബോബ്. ഓക്കെ, സോ ബാക്കിയുള്ള L is the length of the rod. ഫൈൻ. അപ്പൊ ഇത്രയും കണ്ടീഷൻസ് ക്ലിയർ ആണല്ലോ? കഴിഞ്ഞില്ല. അടുത്ത കണ്ടീഷൻ എന്ന് പറയുന്നത് നമ്മൾ ഒരു ലിഫ്റ്റിനകത്ത് മുകളിലേക്കോ താഴത്തേക്കോ പോകുന്നു, അല്ലെങ്കിൽ ഫ്രീ ഫോളിലാണ് പോകുന്നതെന്ന് വിചാരിച്ചോളൂ. ഓക്കെ, അപ്പൊ ഇവിടെയൊക്കെ എങ്ങനെയാണ് വരുന്നത്? നിങ്ങൾക്ക് അറിയാവുന്ന കണ്ടീഷനാണ് ഇത്, പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമില്ല. ഇപ്പൊ ലിഫ്റ്റ് മുകളിലേക്ക് ആക്സിലറേറ്റ് ചെയ്യുവാണെങ്കിൽ യു നോ ദാറ്റ് ദ എഫക്റ്റീവ് ആക്സിലറേഷൻ എന്ന് പറയുന്നത് G+A ആണ്, അല്ലെ? അപ്പൊ നമുക്ക് ടൈം പീരീഡ് ഇങ്ങനെ എഴുതാം, 2 pi root of L by G+A when the lift is accelerating upwards. അതുപോലെ ലിഫ്റ്റ് is accelerating downwards ആണെങ്കിൽ 2 pi root of L by G minus A. ഡൗൺവേർഡ്സ് ആണ് ആക്സിലറേറ്റ് ചെയ്യുന്നത്. ഇനി ലിഫ്റ്റ് ഫ്രീ ഫോൾ ആണെങ്കിലോ, ലിഫ്റ്റിന്റെ കേബിൾ പൊട്ടിപ്പോയി. ഓക്കെ, ലിഫ്റ്റിന്റെ കേബിൾ പൊട്ടിപ്പോയി, അപ്പൊ ഫ്രീ ഫോൾ ആണ്. ഫ്രീ ഫോൾ ആണെങ്കിൽ G minus A എന്ന് പറയുന്നത് G minus G ആകും. എഫക്റ്റീവ് ആക്സിലറേഷൻ അവിടെ 0 ആകും, which means time period will correspond to infinity. അപ്പൊ മുകളിലേക്ക് പോകുമ്പോ താഴത്തേക്ക് വരുമ്പോ ഫ്രീ ഫോൾ ആണെങ്കിൽ വാട്ട് ഇസ് ദ കറസ്പോണ്ടിങ് ടൈം പീരീഡ് ഓഫ് ദ പെൻഡുലം? ഓക്കെ, ഇതുപോലെ തന്നെ നമ്മൾ ഈ പെൻഡുലത്തിനെ വി ആർ ടേക്കിംഗ് ടു എ ഓൾട്ടിറ്റ്യൂഡ് ഓഫ് h above the surface of the earth. നമുക്കറിയാം ഒരു ഹൈറ്റ് എച്ചിലേക്ക് കൊണ്ടുവരുമ്പോൾ അവിടെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഡിഫറെന്റ് ആയിരിക്കും, അല്ലെ? വാട്ട് വാസ് ഇക്വേഷൻ? G into 1 minus 2h by R, അല്ലെ? അപ്പൊ അവിടെ ടൈം പീരീഡ് അല്ലെങ്കിൽ ഓൾട്ടിറ്റ്യൂഡ്, ഒരു ഓൾട്ടിറ്റ്യൂഡിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ time period will be 2 pi root of L by G into 1 minus 2h by R. If h is very small compared to R, അല്ലെങ്കിൽ നമുക്ക് 1 plus h by R the whole square യൂസ് ചെയ്യേണ്ടി വരും. 1 by h plus R the whole യൂസ് ചെയ്യേണ്ടി വരും. 1 by 1 plus h by R the whole square യൂസ് ചെയ്യേണ്ടി വരും. ഓക്കെ, ഇനി ഡെപ്തിലേക്കാണ്, ഭൂമിയുടെ ഉള്ളിലേക്കാണ് കൊണ്ടുപോകുന്നതെങ്കിലോ, with respect to depth, root of L by G into 1 minus D by R will be the corresponding equation. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ടൈം പീരീഡ് നമ്മൾ വിത്ത് റെസ്പെക്ട് ടു ഓൾട്ടിറ്റ്യൂഡ് പറഞ്ഞു, വിത്ത് റെസ്പെക്ട് ടു ഡെപ്തും നമ്മൾ പറഞ്ഞു. ഓക്കെ, ഇതേപോലെ വൺ മോർ ലാസ്റ്റ് കേസ്, ടൈം പീരീഡ് വെൻ ഈ നമ്മുടെ ഫുൾ അറേഞ്ച്മെന്റ് ഒരു ഇൻക്ലൈൻ പ്ലെയിനില് ഒരു ട്രോളിക്കകത്ത് താഴത്തേക്ക് വന്നുകൊണ്ടിരിക്കും. അപ്പൊ നമ്മുടെ സിമ്പിൾ പെൻഡുലത്തിന്റെ ടൈം പീരീഡ് എന്താണ്? And that is given by 2 pi root of L by G cos theta. എന്താ ടൈം പീരീഡ്? 2 pi root of L by G cos theta. ഇത്രയും ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അപ്പൊ we are moving on the last part and I'm going to tell you about what is a damped oscillation and undamped oscillation. അപ്പൊ ഒരു ഓസിലേഷൻ ജനറലി നമ്മൾ പ്രാക്ടിക്കലി പറയുമ്പോൾ അതിങ്ങനെ കോൺസ്റ്റന്റ് ആയിരിക്കില്ല, ഇറ്റ് കീപ്സ് ഓൺ ഡിക്രീസിങ്. അതിന്റെ ആംപ്ലിറ്റ്യൂഡ് കുറഞ്ഞുകൊണ്ടേയിരിക്കും. ഇതിനാണ് നമ്മൾ ഡാംഡ് ഓസിലേഷൻ എന്ന് പറയുന്നത്. ഇഫ് ദ ആംപ്ലിറ്റ്യൂഡ് റിമെയിൻ കോൺസ്റ്റന്റ് നമുക്ക് അതിനെ എന്ത് വിളിക്കാം? അൺഡാംഡ് ഓസിലേഷൻ ആണ്, അല്ലെ? അപ്പൊ അതുപോലെ ഓർത്തു വെക്കേണ്ട മറ്റൊരു ടേം ആണ് ഫോഴ്സ്ഡ് വൈബ്രേഷൻ. അപ്പൊ നമ്മൾ സപ്പോസ് വി ആർ അപ്ലൈങ് എൻ എക്സ്റ്റേണൽ ഫോഴ്സ്, ഇതിന്റെ മൂവ്മെന്റിൽ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് കൂടി നമ്മൾ അപ്ലൈ ചെയ്യാന്ന് വിചാരിച്ചു, അവിടെയാണ് നമ്മൾ ഫോഴ്സ്ഡ് വൈബ്രേഷൻ പറയുന്നത്. അപ്പൊ ചില സിറ്റുവേഷൻസിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന എക്സ്റ്റേണൽ ഫോഴ്സും അവന്റെ നാച്ചുറൽ ഫ്രീക്വൻസിയും ഈക്വൽ ആവും. അവിടെ നമ്മൾ മറ്റൊരു കേസ് വരും, ആൻഡ് ദാറ്റ് ഇസ് എ കേസ് ഓഫ് റെസൊണൻസ്. നമ്മളെ ഓൾട്ടർനേറ്റിംഗ് കറന്റിലൊക്കെ പറഞ്ഞ റെസൊണൻസ് ഇല്ലേ, അതാണ് കണ്ടീഷൻ അവിടെ വരുന്നത്.
ഓക്കെ, അപ്പൊ ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് കുറച്ച് റെസണൻസിന്റെയും അതുപോലെ നമ്മുടെ ഡാംഡ് അൺഡാംഡ് ഓസിലേഷന്റെയും 1-2 ഇക്വേഷൻസ് ഇപ്പൊ നമുക്ക് സ്ക്രീനിൽ കാണാം. അപ്പോ ഗോ ത്രൂ ദാറ്റ് ഓൾസോ, അതും കൂടി പഠിക്കണം. അതിന്റെ കറസ്പോണ്ടിങ് റിലേഷൻ ഒന്ന് നോക്കി വെക്കുക. അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് അല്ല, എന്നാലും ഹയർ ലെവൽ എക്സാംസിന് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉള്ളതാണ്. ഓക്കെ, അപ്പൊ അതും കൂടി ഐ എം ഗിവിംഗ് ഇറ്റ് ഓൺ ദ സ്ക്രീൻ ഫോർ യു. Okay, so I hope you are able to follow what I have taught you today. If എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ do feel free to comment below and I'll be happy to help you out. Okay, thank you.